കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാനായി. വേറൊന്നുമല്ല, ഒരു പെൺകുട്ടി വീട്ടിലിരുന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ ഏൺ ചെയ്യുന്നത് 3 ലക്ഷത്തിന് പുറത്താണ്. അത് സബ്സ്ക്രിപ്ഷനിലൂടെ. അത് ആ പെൺകുട്ടിയോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പക്ഷെ ഇതിനെയൊക്കെ വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്നതിന് കാര്യമാണ് എനിക്ക് മനസ്സിലാകുന്നത്. മലയാളി ഇത്രയ്ക്ക് അടിമപ്പെട്ടു പോയോ പണത്തിന് എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. കാരണം ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ 399 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ. ഒരാള് അല്ലെങ്കിൽ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ 150 രൂപയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ സിനിമ കാണാം. ആ സബ്സ്ക്രിപ്ഷൻ പോലും എടുക്കാൻ മടിയുള്ളവരാണ് മലയാളികൾ. അവരാണ് ഒന്ന് ആലോചിച്ച് 399 രൂപയ്ക്ക് ഒരു പെൺകുട്ടിയുടെ വീഡിയോസ് കാണാൻ വേണ്ടി മാത്രം സബ്സ്ക്രിപ്ഷൻ എടുത്തേക്കുന്നത്. പുള്ളിക്കാരി എന്തായാലും ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ചാൽ ആദ്യം ഒരു സെമി ന്യൂഡിറ്റിയിലായിരിക്കും തുടങ്ങുന്നത്. സെമി ന്യൂഡിറ്റി തുടങ്ങിയിട്ട് ആൾക്കാരെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് കുറച്ച് സ്പെഷ്യൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് ഫോളോവേഴ്സ് കൂടി കഴിയുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് കണ്ടന്റ് എന്നും പറഞ്ഞ് പ്രത്യേകിച്ച് കുറച്ചും കൂടെ എന്തെങ്കിലും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ പൊലിമയുള്ള കണ്ടന്റ്സും കൂടെ ഇറക്കുമായിരിക്കും. അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. ഈ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സ് എന്തായാലും 399 രൂപ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ മലയാളികൾ അത് വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. അവർ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഈ കണ്ടന്റ് വരുന്നില്ലെങ്കിൽ അവരെന്തായാലും ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വെച്ചിട്ട് ന്യൂഡിറ്റി അല്ലെ പോണോഗ്രഫി ഒന്നും പ്രൊമോട്ട് ചെയ്തില്ല. അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ചാനലിന്റെ കാര്യം പോക്കാണ്. സോ ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സിന്റെ നെക്സ്റ്റ് മൂവ് എന്തായാലും ഒൺലി ഫാൻസിലോട്ടായിരിക്കും. എന്തായാലും മലയാളിക്ക് ഒൺലി ഫാൻസ് വിദൂരമൊന്നുമല്ല. ഉടൻ തന്നെ അല്ലെ കുറച്ച് നാളിനുള്ളിൽ ഇവിടെ ഒൺലി ഫാൻസ് മോഡൽസ് ഉണ്ടാവും. അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ UK-ലോ അല്ലെ USA-ലോ അത്രയ്ക്ക് വികസിത രാജ്യങ്ങൾ അല്ലെ വികസിത സ്വഭാവമുള്ളവർക്കിടയിൽ തന്നെ നോക്കിയാൽ മതി. ഈ ഒൺലി ഫാൻസ് വെച്ച് ജീവിച്ചു പോകുന്നവർക്ക് എന്ത് മാനസിക സ്ട്രെസ്സാണ് അവർ അനുഭവിക്കുന്നതെന്ന്. ഒരു പുറത്തിറങ്ങാനും ഒരു പബ്ലിക് പ്ലേസിൽ പോകാനും ഒക്കെ അവർ അനുഭവിക്കുന്ന മാനസികമായ സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്. അത് നിങ്ങൾ ഒരു അല്ലെങ്കിൽ ഒരു സർവേ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് പലരും ഈ ഒൺലി ഫാൻസിലൂടെ കാശ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നവർക്ക് ഇഷ്ടം. പക്ഷെ ഒരിക്കലും ഇതുപോലെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ പറയുന്ന പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ചെയ്തിക്ക് പ്രൊമോട്ട് ചെയ്യില്ല. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് നമ്മളിപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോട്ട് ചെയ്ത് വിടുന്നു, വലിയ കാര്യമാണ്. 3 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. ഇപ്പൊ ഒരു 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കണമെങ്കിൽ ഈ വക സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലൊക്കെ പോയി കാശ് ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നതെങ്കിൽ എന്താകും പുള്ളിക്കാരുടെ ജീവിതം കുറച്ച് കഴിയുമ്പോൾ? വല്ലാത്ത സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലോട്ടായിരിക്കും പുള്ളിക്കാരി പോകുന്നത്. അത് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ചെയ്യുന്ന തെറ്റിന് പിന്നീട് ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടി വരുമെന്ന് സാരം. സോ ചെയ്യുന്നവർ ചെയ്യട്ടെ. അവരത് പൂർണ്ണ ബോധ്യത്തോടു കൂടി അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നമ്മളെ ആരെയും ഭീഷണിപ്പെടുത്തിയല്ല സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങളെയൊക്കെ വലുതായിട്ട് കളർഫുൾ ആക്കി ലക്ഷങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം, 3 ലക്ഷം രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് പൊലിമ കാണിച്ച് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇട്ട് ഇനിയുള്ളൊരു ജനതയെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. നമുക്ക് വേണ്ടത് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അല്ലാതെ ഒൺലി ഫാൻസിന്റെ പേരിൽ പോകുന്ന ജനതയല്ല എന്ന് സാരം.